ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വർക്ക് ഫ്രം ഹോം ജോബ്സിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. ഫ്രീലാൻസിങ് ജോബ്സിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. എന്നാൽ അതിനു മുന്നേ എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ട്. നമ്മളിൽ പല ആൾക്കാരും പല സാഹചര്യങ്ങൾ കൊണ്ടാണ് വീട്ടിൽ നിന്ന് ജോലി ചെയ്യേണ്ടി വരുന്നത്, അല്ലേ? വീട്ടിൽ നമ്മൾക്ക് നോക്കാൻ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രായമായ ആരെങ്കിലും നമുക്ക് അവരെ ഒറ്റയ്ക്ക് വിട്ട് പോകാൻ പറ്റില്ലെങ്കിൽ, ഇതൊക്കെ മെയിൻലി സ്ത്രീകളെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾക്ക് ഒരു മെയ്ഡിനെ വെക്കാൻ പറ്റാതിരിക്കുന്നത് നോർമലി ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണമാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം എന്തായിരിക്കും? വീട്ടിലിരുന്നുകൊണ്ട് എനിക്ക് എങ്ങനെ ജോലി ചെയ്യാൻ പറ്റും, എങ്ങനെ എനിക്കൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇത് മാത്രമാണില്ല കാരണം, ഇതല്ലാതെ വേറെയും കാരണങ്ങളുണ്ടാവും. അതായത് നമ്മൾക്ക് സ്വന്തമായി ചിലപ്പോൾ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ നമ്മളുടെ പേരൻറ്റിനൊക്കെ നല്ല രീതിയിൽ നമ്മൾ നോക്കാൻ പറ്റുന്നുണ്ടാവും, നമ്മൾക്ക് നല്ല രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ തരാൻ പറ്റുന്നുണ്ടാവും. എന്നാലും ഇഷ്ടപ്പെട്ട ഒരു സാധനം വാങ്ങണമെങ്കിൽ മറ്റൊരാളോട് കൈനീട്ടേണ്ടി വരിക. ഒന്നും വേണ്ട, ഒരു ഫാൻസി ഷോപ്പിൽ പോയാൽ ഇഷ്ടപ്പെട്ട ഒരു ജ്വല്ലറി വാങ്ങണമെങ്കിൽ അതിൻ്റെ റേറ്റ് നമ്മൾ നോക്കേണ്ടി വരും, അല്ലേ? ഈ റേറ്റ് ഒന്നും നോക്കാതെ തന്നെ ഇഷ്ടമുള്ളൊരു സാധനം വാങ്ങാൻ പറ്റുക അധിക ലേഡീസിൻ്റെ ഒരു ഡ്രീം ആയിരിക്കും. ഇതൊന്നുമല്ല, ഒരുപാട് റീസൺസ് ഉണ്ട്. നമ്മളുടെ ഒരു സന്തോഷം, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ഒരു ക്യാഷ്, ഇത് നമ്മളുടെ കയ്യിൽ മാസം വരിക, ഇതൊരു വലിയ സന്തോഷമാണ്, ഒരു അഭിമാനമാണ്, അല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് സ്വന്തമായിട്ട് വരുമാനം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ, ഞാൻ ആദ്യം പറഞ്ഞു, ചിലവർക്ക് സാഹചര്യമായിരിക്കും, ചിലവർക്ക് ഒരു അഭിമാനം അല്ലെങ്കിൽ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടായിരിക്കും ജോലി ചെയ്യുന്നത്. ഇതിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, ഫ്രീലാൻസിങ്. എന്താണ് ഫ്രീലാൻസിങ്? നോർമലി രാവിലെ ഒരു 9 മണിക്കൊക്കെ ജോലിക്ക് പോയി 5 മണിക്ക് മടങ്ങി വന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നീട് വീണ്ടും സെയിം റുട്ടീൻ. ഇതാണല്ലോ ഒരു നോർമൽ ലേഡി വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. ഇതൊന്നും വേണ്ട, വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വീട്ടിലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് തന്നെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. എന്താണ് ഈ ഫ്രീലാൻസിങ്? നിങ്ങളുടെ സ്കിൽ ഇത് നിങ്ങൾ ലോകമെമ്പാടുമുള്ള ക്ലയൻസിന് ഓഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടും. എങ്ങനെയാണ്? ആ സ്കില്ല് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് ആ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാനിവിടെ പറയാൻ പോവാണ്. അതുകൊണ്ട് ഇത് മിസ്സാക്കാതെ എല്ലാവരും കാണാം. സ്കിൽസ് പറയുമ്പോൾ പലതരത്തിലുള്ള സ്കിൽസ് ഉണ്ട്, അല്ലേ? നമ്മൾക്ക് ജന്മന കിട്ടിയ സ്കിൽസ് ഉണ്ട്, നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന സ്കില്ലുണ്ട്. ഈ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന സ്കില്ലിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രീലാൻസിങ്ങിൽ ആദ്യമായി നമ്മൾക്ക് കോണ്ടന്റ് റൈറ്റിങ്ങിനെ കുറിച്ച് പറയാം. കോണ്ടന്റ് റൈറ്റിംഗ് നന്നായിട്ട് എഴുതുന്നവരുണ്ടാവില്ലേ? ഒരു കാര്യം എഴുതാൻ പറഞ്ഞാൽ ഭംഗിയായിട്ട് എഴുതുന്ന ആൾക്കാരെ കാണുന്നില്ലേ? അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ് കോണ്ടന്റ് റൈറ്റിംഗ്. അതിൽ ബ്ലോഗ് ആർട്ടിക്കിൾസ്, ഒരു ബ്ലോഗിനുള്ള ആർട്ടിക്കിൾ, എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചിട്ടുള്ള ആർട്ടിക്കിൾ നിങ്ങൾക്ക് എഴുതാം. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എഴുതാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചെയ്യാം. അതുപോലെ വെബ്സൈറ്റിൻ്റെ കോണ്ടന്റ്, ഒരു വെബ്സൈറ്റ് എന്തിനെ കുറിച്ചായിരിക്കും? ഒരു കമ്പനിയുടെ ആണെങ്കിൽ ആ കമ്പനി എന്താണ് ഓഫർ ചെയ്യുന്നത്, എന്ത് സർവീസാണ് ഓഫർ ചെയ്യുന്നത്, എന്ത് പ്രോഡക്റ്റാണ് ഓഫർ ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതുപോലെ പ്രോഡക്ട്സിനെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ആഡ് കോപ്പി, അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിൽ അതിനൊരു കോണ്ടന്റ് ഉണ്ടാവും, അത് എഴുതാനൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ കോണ്ടന്റ് റൈറ്റിങ്ങിൽ ബ്ലോഗ് ആർട്ടിക്കിൾസ് വരുന്നുണ്ട്, അതുപോലെ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് വരുന്നുണ്ട്, ആഡ് കോപ്പി വരുന്നുണ്ട്, പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻസ്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതിനെയാണ് കോണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ഗ്രാഫിക് ഡിസൈനിങ് ആണ്. എന്താണ് ഗ്രാഫിക് ഡിസൈനിങ്? അതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ലിങ്ക് കൊടുക്കാം, നിങ്ങളത് കാണാം. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ആ ജോബ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പോസ്റ്റേഴ്സും ബ്ലോഗേഴ്സും ഒക്കെ ഡിസൈൻ ചെയ്യാം. അതുപോലെ നമുക്ക് ഒരു കമ്പനിയുടെ അഡ്വർടൈസിങ് വിങ്ങിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന, അവർ പറയാൻ എനിക്ക് പുതുതായിട്ട് ഞാൻ ഇന്നൊരു സർവീസ് അല്ലെങ്കിൽ പുതിയതായിട്ടൊരു ഓഫർ ഞാൻ കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ അറിയുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കാം. ഒരു 500 റേഞ്ചിൽ ഒരു പോസ്റ്ററിനൊക്കെ നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും, നിങ്ങൾ എക്സ്പേർട്ട് ആയിട്ട് വരുവാണെങ്കിൽ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ സമയത്തിന് എത്രയാണ് വില കൊടുക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ എത്ര ഭംഗിയായിട്ട് ചെയ്യുകയാണോ, എത്ര ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ അറിയോ, അത്രയും നല്ല രീതിയിലുള്ള പേയ്മെൻറ്റ് നേടാൻ പറ്റും. അതുപോലെ ലോഗോ ഡിസൈനിങ്, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്കൊരു ലോഗോ ആവശ്യമാണ്, അല്ലേ? ആ ലോഗോ ഡിസൈൻ ചെയ്യാൻ അറിയുന്ന നിങ്ങൾക്ക് നല്ല ഡിമാൻഡാണ്. ഇന്ത്യയിലാണെങ്കിലും എബ്രോഡാണെങ്കിലും ഇതിനൊക്കെ ഫ്രീലാൻസിങ് ജോബ്സിന് നല്ല ഡിമാൻഡാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചിട്ട് ചെയ്യാൻ പറ്റും. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ, ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ, ഇതൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അടുത്തത് വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ചും ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് കാണാം. ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, എഗെയിൻ വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ കാണുന്ന റീൽസ്, വീഡിയോസ്,
അതേപോലെ തന്നെ വെഡ്ഡിങ് ഹൈലൈറ്റ്സ്, ഇതൊക്കെ നമ്മൾക്ക് ചെയ്യാൻ അറിയെങ്കിൽ നല്ല ഡിമാൻഡാണ്. ഓക്കെ, അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. അപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ അറിയെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരുപാട് സോഫ്റ്റ്വെയർസ് ഇതിന് യൂസ് ചെയ്യുന്നുണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ CapCut ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, പ്രീമിയർ പ്രോ, അതുപോലുള്ള നല്ല നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്ത് സമ്പാദിക്കാനും പറ്റും. അടുത്തത് ഡേറ്റ എൻട്രി ആണ്. ഡേറ്റ എൻട്രി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എക്സൽ, വേർഡ്, അതേപോലെ തന്നെ ഗൂഗിൾ ഷീറ്റ്സ്, ഇതൊക്കെ വർക്ക് ചെയ്യാൻ അറിയെങ്കിൽ, ഇതിലൊക്കെ വർക്ക് ചെയ്യാൻ അറിയെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മറ്റ് കമ്പനീസിന് വേണ്ടിയിട്ട് ഇന്ത്യയിലാണെങ്കിലും അബ്രോഡ് ആണെങ്കിലും ഒരുപാട്, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഈ പുറത്തുള്ള രാജ്യങ്ങളിൽ നമ്മൾക്ക് ഒരുപാട് ക്ലയൻസിനെ ലഭിക്കും. ഓക്കെ, അപ്പം അവർ ആരെയാണ് ഹയർ ചെയ്യുന്നത്? ചീപ്പായിട്ട് വർക്ക് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർ, അവരുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ചീപ്പറായിട്ട് വർക്ക് ചെയ്യുന്നവരെ തീർച്ചയായിട്ടും അവർ ഹയർ ചെയ്യും. അപ്പം ഇന്ത്യൻസിന് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു കാര്യമാണ് ഗൂഗിൾ ഷീറ്റ്സിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുക, വേർഡ് ഫയൽസിൽ എൻട്രീസ് ചെയ്യുക, എക്സൽ യൂസ് ചെയ്യാൻ അറിയുക. ഇതൊക്കെ വളരെ 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 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതാർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വർക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നേടിയെടുക്കാൻ സാധിക്കും. ഇതൊക്കെ അറിയുന്നത് ട്രാൻസ്ലേഷനാണ്. ട്രാൻസ്ലേറ്റേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾ മുന്നിൽ വരാണ്, ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾക്ക് മലയാളം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷയെ അറിയുള്ളൂ. നിങ്ങൾക്ക് ഈ 2 ലാംഗ്വേജും അറിയെങ്കിൽ ട്രാൻസ്ലേറ്ററായിട്ട് വർക്ക് ചെയ്യാം. ഇംഗ്ലീഷ് അറിയുന്ന ആൾക്ക് മലയാളത്തിൽ പറയുന്ന കാര്യങ്ങൾക്ക് അതെന്താണെന്ന് അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുക, തിരിച്ചു. അപ്പോൾ ഇതാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഒരു ലാംഗ്വേജ് 2 ലാംഗ്വേജ് നമ്മൾക്ക് അറിയണമെങ്കിൽ മാത്രമാണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുക. അങ്ങനെ നമുക്ക് ട്രാൻസ്ലേറ്ററായിട്ടും വർക്ക് ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇത് എവിടുന്ന് തുടങ്ങണം, എങ്ങനെ ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അല്ലേ? അതാണ് ഞാൻ പറയാൻ പോകുന്നത്. കോണ്ടന്റ് റൈറ്റിംഗ്. കോണ്ടന്റ് റൈറ്റ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോംസ്, ക്വോറ, അതേപോലെ തന്നെ മീഡിയാസ് പോലുള്ളവ, ഇതിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളെക്കുറിച്ചിട്ടും കോണ്ടന്റ് എഴുതാം. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് പ്രാക്ടീസാണ് കിട്ടുന്നത്. ആ പ്രാക്ടീസാണ് നമ്മൾക്ക് ഏറ്റവും ആവശ്യം. അപ്പോൾ അതുപോലുള്ള പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അഭിപ്രായമുണ്ടെങ്കിൽ അത് നല്ലൊരു കോണ്ടന്റ് ആയിട്ട് അതിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. അതുപോലെ വീഡിയോ എഡിറ്റിംഗിൽ നമുക്ക് CapCut, DaVinci Resolve ഇതുപോലുള്ള ആപ്സ് ഉണ്ടാവും. ഇതുപോലുള്ള സോഫ്റ്റ്വെയർസ്, നല്ല സോഫ്റ്റ്വെയർസ് ഉണ്ടാവും. എഡോബയുടെ തന്നെ പ്രീമിയർ പ്രോ പോലുള്ള, ആഫ്റ്റർ എഫക്ട്സ് പോലുള്ള നല്ല സോഫ്റ്റ്വെയർസ് നിങ്ങൾക്ക് പഠിക്കാം. ബിഗിനർ ലെവലിൽ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെ പഠിച്ചിട്ട് തന്നെ പ്രൊഫഷണലായിട്ട് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ ഗ്രാഫിക് ഡിസൈനിങ്, പോസ്റ്റേഴ്സും ലോഗോസും ഇതൊക്കെ പഠിക്കണ്ടേ? അതിനായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻവയുടെ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആ വേർഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. നമുക്ക് യൂട്യൂബും യൂസ് ചെയ്യാം. അതുപോലെ പ്രാക്ടിക്കലായിട്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് നമുക്ക് ട്രെയിനിങ് വേണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഫ്രണ്ട്സ്, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനിടയിൽ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ക്രിയേറ്റിവിറ്റി സ്കിൽസ് മസ്കറ്റ് വിമൻ എംപവർമെൻറ്റ് ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് വളരെ കുറഞ്ഞ റേറ്റിൽ ലേഡീസിന് മാത്രമാണ് കേട്ടോ ഈ ഒരു ഓഫർ. ഇപ്പോൾ ഭാവിയിൽ നമുക്ക് എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഓഫർ എല്ലാവരും യൂസ് ചെയ്യുക. നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ് ഉണ്ട്. അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ് പഠിക്കാൻ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ വളരെ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത റേറ്റിനാണ് കൊടുക്കുന്നത്. അത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ആ ഒരു ഓഫർ തരുന്നതായിരിക്കും. ഓക്കെ, ലേഡീസ് ഓൺലി. ഇനി ആൾക്കാർക്ക് മറ്റുള്ളവർക്കും ആണുങ്ങൾക്കും ജോയിൻ ചെയ്യണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് വേണ്ടുന്ന പോലെ ചെയ്യാം, ഡിസ്കൗണ്ട് ചെയ്യാം. ഓക്കെ, എനിവേ നമ്മൾ പറഞ്ഞു നിർത്തിയത് വീഡിയോ എഡിറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ കാര്യമാണ്. അതുപോലെ ട്രാൻസ്ലേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വൊക്കാബുലറി, ഗ്രാമർ ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യണം, അല്ലേ? അതിനുള്ള ട്രെയിനിങ് നമുക്ക് യൂട്യൂബിൽ തന്നെ കിട്ടുന്നില്ലേ? എത്ര ചാനൽസ് ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് കാണാം. അതുപോലെ പ്രാക്ടീസ് ചെയ്യാം. വെറുതെ കണ്ടാൽ നമുക്കൊന്നും കിട്ടില്ല. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ കോണ്ടന്റ് റൈറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ക്വോറ അതുപോലെയുള്ള മീഡിയാസ് ക്വോറ പോലുള്ള പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾ എഴുതുക. അതേപോലെ ക്യാൻവ യൂസ് ചെയ്ത് ഡിസൈനിങ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഷോർട്ട് ടേം കോഴ്സസിൽ ജോയിൻ ചെയ്യാം. അതേപോലെ വീഡിയോ എഡിറ്റിംഗിൽ നമുക്ക് എഡോബെ, ആഫ്റ്റർ എഫക്ട്സ്, CapCut പഠിക്കാം. അതേപോലെ പ്രീമിയർ പ്രോ പോലുള്ളത് പഠിച്ച് പ്രൊഫഷണലായിട്ട് തന്നെ വീഡിയോ എഡിറ്റിംഗ് പഠിക്കാം. പിന്നെന്താ, വേറെ എന്താ ഞാൻ പറഞ്ഞത്, ട്രാൻസ്ലേഷൻ. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും
ഈ ഒരു രീതിയിൽ പഠിക്കാൻ പറ്റും. എങ്ങനെയാണ് പഠിക്കാൻ പറ്റുകയെന്ന് ഇപ്പം മനസ്സിലായില്ലേ? തുടക്കം എങ്ങനെ കുറിക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത കാര്യത്തിലേക്ക് നടക്കാം. ഈ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഡേറ്റ എൻട്രി എന്ന് പറയുമ്പോൾ എക്സൽ, മൈക്രോസോഫ്റ്റ് എക്സൽ, വേർഡ്, അതേപോലെ ഗൂഗിൾ ഷീറ്റ്സ്, ഇതൊക്കെ നിങ്ങൾ പഠിക്കാം. ഇതെങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റും? സിമ്പിളാണ്. യൂട്യൂബ് നോക്കുക. യൂട്യൂബിൽ കിട്ടാത്ത എന്താ ഉള്ളത്? നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അതേപോലെ പ്രൈവറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബാച്ചിൻ്റെ ട്രെയിനിങ് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആ ഒരു സർവീസ് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. ക്രിയേറ്റിവിറ്റി സ്കിൽസ് മസ്കിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു ഓഫറാണ്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, അതേപോലെ കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റൽസ് പോലുള്ള കോഴ്സസ് നമുക്ക് ബിഗിനേഴ്സ് ആദ്യം തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ അഡ്വാൻസ് ലെവലും ഉണ്ട്. പക്ഷേ ഈ ഒരു ഓഫർ ബിഗിനേഴ്സിനാണ്. അതായത് എല്ലാവർക്കും ഒന്ന് തുടങ്ങാനാണ് ബുദ്ധിമുട്ട്, ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കിട്ടാനാണ് ബുദ്ധിമുട്ട്. ഈ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഒഴിവാക്കാൻ മാത്രമല്ല, എല്ലാവർക്കും സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാവരും യൂസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. അപ്വർക്ക്, അതുപോലെ ഫിവർ, freelancer.com ഇതുപോലുള്ള പ്ലാറ്റ്ഫോംസിൽ നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ പോർട്ട്ഫോളിയോ ഉണ്ടാക്കാം. ചെറിയ ചെറിയ ജോബ്സ് നമ്മൾ എടുക്കുക, വർക്ക്സ് നമ്മൾ എടുക്കുക. അതായത് നമ്മളിപ്പോൾ ഇതൊക്കെ പഠിച്ചു, നമ്മളിപ്പോൾ ഒരു വീഡിയോ എഡിറ്റിംഗ് പഠിച്ചു, അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ്, പോസ്റ്റർ മേക്കിംഗ്, അങ്ങനത്തൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ അത് നമ്മൾ പഠിച്ചു, ശരിയാണ്, നമ്മൾക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടി. പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം നമ്മളുടെ ക്ലയൻസ് നോക്കുന്നത് നമ്മളുടെ പോർട്ട്ഫോളിയോ ആണ്, നമ്മൾ ഇതുവരെ ചെയ്ത് വെച്ച വർക്കുകളാണ്. അപ്പം പറ്റുമെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ വർക്ക് ചെയ്ത് തുടങ്ങുക. അതായത് നമ്മുടെ വീടിനടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ്, അവരുടെ ഒരു ജസ്റ്റ് ഒരു പോസ്റ്റർ ഉണ്ടാക്കുക. അവരെന്തെങ്കിലും വീക്കെൻഡ്സിൽ അവർ കൊടുക്കുന്ന ഓഫേഴ്സ്, ചിലപ്പം ബുഫേ ഡിന്നർ, അതിന് ഇത്രയാണ് റേറ്റ്. അപ്പോൾ അതൊക്കെ നമുക്കൊരു പോസ്റ്റർ ആക്കിയിട്ട് കൊടുക്കാം. അതുപോലെ ചെറിയ ചെറിയ സ്റ്റോഴ്സിന് വേണ്ടിയിട്ട്, ചെറിയ ചെറിയ കമ്പനീസിന് വേണ്ടി, സ്റ്റാർട്ടപ്സിന് വേണ്ടിയിട്ടോ നിങ്ങൾക്ക് വർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കണം. അതായത് നിങ്ങൾ ആരുടെ വർക്കാണോ ഏറ്റെടുത്തിരിക്കുന്നത് അവർ പറഞ്ഞ സമയത്ത് കൃത്യമായ രീതിയിൽ നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുക. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്കിൽ മാത്രമാണ് അവർ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളുടെ അടുത്ത് വരുള്ളൂ. മാത്രമല്ല സോഷ്യൽ മീഡിയാസിലും അതുപോലെ ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോംസിലും നിങ്ങളുടെ വർക്ക് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക, പോസ്റ്റേഴ്സ് ഇടുക. ഇന്ന വർക്ക് ഞാനിവിടെ ചെയ്യുന്നുണ്ട് എങ്കിൽ മാത്രമല്ലേ മറ്റുള്ളവർ അറിയുള്ളൂ. അങ്ങനെയാണ് നിങ്ങളിലേക്ക് പല പല വർക്ക്സും എത്തുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ തന്നെ വർക്ക് നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാൻ സാധിക്കും. ഫ്രണ്ട്സ്, ഇനി നിങ്ങൾ ഏറ്റവും പ്രതീക്ഷിച്ചിരിക്കുന്നൊരു കാര്യം, ഇതിൻ്റെ പേയ്മെൻറ്റ് എങ്ങനെയാണ് വരിക എന്നുള്ളത്. തുടക്കക്കാരാണെങ്കിൽ, അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ, പഠിച്ചു കഴിഞ്ഞു, കുറച്ച് വർക്കൊക്കെ ചെയ്തു തുടങ്ങി ആ ഒരു പൊസിഷനിൽ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി ഒരു 10,000 to 20,000, വളരെ റിയൽ ആയിട്ടുള്ള കാര്യമാട്ടോ ഞാൻ പറയുന്നത്, എക്സാജറേറ്റ് ചെയ്തിട്ടൊന്നും പറയുന്നില്ല. 10 to 20 ഒരു സ്റ്റാർട്ടിങ് സ്റ്റൈലിൽ നിങ്ങൾ ഒരു സ്റ്റാർട്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ സ്കിൽഡ് ആയി തുടങ്ങിയാൽ, അതായത് ഭംഗിയായിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 30,000 to 50,000 വരെ മന്ത്ലി നിങ്ങൾക്ക് ഏൺ ചെയ്യാം. അതിനും ശേഷം നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്തു എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് റേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് 1 lakh above, 50,000 to 1 lakh above നിങ്ങൾക്ക് ചാർജ് ചെയ്യാം നിങ്ങളുടെ വർക്കിൽ. അതിന് അത്രത്തോളം ക്വാളിറ്റി ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് പഠിച്ചാൽ മാത്രം പോരാ, നമ്മളെപ്പോഴും നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്യണം. കാരണം ഇത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്, ഇത് മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ കാര്യങ്ങൾ എല്ലാവർക്കും താല്പര്യമുണ്ടാവും. അത് ചെയ്യാനായിട്ട് നിങ്ങൾ ആ സ്കില്ലും ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇതൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ പറ്റുന്നതാണ്. അതിനായിട്ട് ഒരുപാട് എമൗണ്ട് ഒന്നും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരില്ല. ഓക്കെ, അപ്പോൾ സാഹചര്യങ്ങളും കാലത്തിനൊത്ത് നമ്മളെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. അത് ഈ ഒരു കാര്യത്തിനെന്ന് മാത്രമല്ല, ഏതൊരു കാര്യത്തിനാണെങ്കിലും. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഇപ്പോൾ മാർക്കറ്റിലുള്ള ഏറ്റവും സേഫ് ആയിട്ടുള്ളതും ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഇൻകം സോഴ്സാണ് ഫ്രീലാൻസിങ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാകാനും ഇത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഈ ഒരു അവസരം ആരും മിസ് ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന എന്ത് കാര്യവും നമുക്ക് ചെയ്യാം, അല്ലേ? അത് ചെറിയൊരു സ്റ്റെപ്സിലൂടെ ആയാൽ മതി, പതുക്കെ നമുക്ക് ഗ്രോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആരും, ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാവരും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ജോബ് ചെയ്യാം. വീട്ടിലെ പണികളൊക്കെ അങ്ങ് നടന്നോളൂ. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യാം, സ്കിൽ ഡെവലപ്പ് ചെയ്യാം, നല്ലൊരു പ്രൊഫഷണലായി മാറാൻ വേണ്ടി നമ്മൾക്ക് ആവശ്യം സ്കില്ല് തന്നെയാണ്. അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ സ്കിൽ ലോകമെമ്പാടുമുള്ള ക്ലയൻസിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അത് മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത് ഞാൻ പറയാൻ വിട്ടുപോകുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും അത് ചെയ്യുക. തീർച്ചയായിട്ടും
അടുത്ത ഒരു ടോപ്പിക് വർക്ക് ഫ്രം ഹോമിൽ തന്നെ റിലേറ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കായിട്ട് ഞാൻ വീണ്ടും വരും. ഫ്രീലാൻസിങ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഏത് ഫീൽഡിലുള്ള ജോബാണ് ഫ്രീലാൻസിങ്ങിൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നതെന്ന് മെൻഷൻ ചെയ്യുക. നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.